Hello friends, Assalamu alaikum. Welcome to my channel SS Flavors. ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാനിത് കുറച്ചധികം ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ചെയ്താൽ മതിയാകും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫ്ലഷ് മാത്രമായിട്ട് 2 കിലോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ വിനീഗർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ലെഗ് പീസൊക്കെ ഞാനൊന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇവിടെ 1.5 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യണ്ട, എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 3 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഗ്രേവി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലാദ്യം നമുക്ക് വറുത്തെടുക്കാനുള്ള ഐറ്റംസൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു പിടി കാഷ്യൂ ഇട്ട് വറുത്തെടുക്കുക. ഇനി ഒരു പിടി കിസ്മിസ് വറുത്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ട് ജസ്റ്റ് മൊരിച്ചെടുക്കുക. ഇനി സവോള ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 3 മീഡിയം സൈസ് സവോള നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുവിധം മൊരിയുമ്പോൾ, അതായത് ഈ പാകത്തിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി കോരിയെടുക്കാം. ഇത് റൈസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, എന്നാലാണ് റൈസിനൊരു മയം കിട്ടുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി സവാള നന്നായിട്ട് മൊരിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് ചിക്കൻ ഗ്രേവിയിൽ ചേർക്കാനുള്ളതാണ്. ഇനി ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഈ ബാക്കിയുള്ള ഓയിലിലേക്ക് ചിക്കൻ പൊരിച്ച ഓയിലിൽ നിന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 5, ഇത് മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഇനി ഇതിലേക്ക് 8 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ സവോള ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ബൾബ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു.
ഇനി പച്ചമുളക് 7 എണ്ണം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എരിവ് കൂടുതലുള്ള പച്ചമുളക് ആണെങ്കിൽ ഈ നമ്പർ കുറച്ച് കുറക്കണം കേട്ടോ. ഒരു 5 പച്ചമുളകൊക്കെ ഇട്ടാൽ മതിയാകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് വഴറ്റുക. ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുന്നത് കൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ ബിരിയാണി മസാല. ഈ ബിരിയാണി മസാലയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി വേഗം വെന്ത് വരാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 8-10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പുളിയുള്ള തൈരാണ്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൽ മല്ലിയില കുറച്ച് അധികം എടുക്കണം, പുതിനയില കുറച്ച് മതി. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഈ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മസാലയും കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഈ ചിക്കന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഒരു 2-3 തവണ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ലാസ്റ്റ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ഈ നന്നായിട്ട് വറുത്ത് വെച്ച സവാള ഇതിലേക്ക് കൈകൊണ്ട് ഒന്ന് പൊടിച്ച് ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചോറ് വയ്ക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാക്കുക. നമ്മളിവിടെ ഈ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഈ അരി അളന്ന് നോക്കിയിട്ട് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട ചെറുതായിട്ട് ഒടിച്ച് ചേർക്കുക. മൂന്ന് ജാതിപത്രി, പിന്നെ പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ 2-3 ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
വെള്ളം തിളച്ച് വരുമ്പോൾ ആ തിളയെന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് ഇപ്പോൾ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ കുതിർത്ത് വാരി വെച്ചിരുന്ന അരി ചേർത്ത് ഇളക്കണം. ഇനി വെള്ളം തിളക്കുന്നത് വരെ ഇത് ഹൈ ഫ്ലെയിമിലിടണം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്യാനായിട്ട് ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വയ്ക്കുക. ഒരു അത്യാവശ്യം കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. ഞാൻ നേരത്തെ ആ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. ഇനി ദം ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തക്കാളി നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ മുകളിൽ റൈസ് ചേർത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ RKG ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. RKG ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ പാലിൽ 2 ഡ്രോപ്പ് ബിരിയാണി എസൻസും 2 ഡ്രോപ്പ് റോസ് വാട്ടറും പിന്നെ ഒരു പിഞ്ച് യെല്ലോ കളറും കൂടി കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വറുത്ത് വെച്ച ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് ഒരു 40 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. വേണമെങ്കിൽ മേളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ 40 മിനിറ്റ് വരെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇതിലും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 25-30 മിനിറ്റ് ദം ചെയ്താൽ മതിയാകും. ഇനി ദം പൊട്ടിച്ചിട്ട് നമുക്ക് വിളമ്പാൻ എളുപ്പത്തിനായിട്ട് ചോറ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.